ഇവളൊക്കെ തട്ടിപ്പ് പാർട്ടികളല്ലേ. അതെങ്ങനെ നിനക്കറിയാം? നമ്മൾ ഇതത്ര കണ്ടേക്കുന്നു. എന്നാ പിന്നെ നീ തന്നെ വായി നോക്കാൻ വന്നേ. ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മളെ എന്താ പേര്? അയ്യപ്പൻ. നിങ്ങളുടെ സുബ്രു. എന്തിനാ ഒളിച്ചു തന്നെ? അയ്യോ ഒളിച്ചിരുന്നല്ല, നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ട്. അപ്പൊ ഒരു രസത്തിൽ ഇങ്ങനെ മറിഞ്ഞിരുന്ന് നോക്കിയെന്നേ ഉള്ളു. എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. അയ്യോ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഞാൻ കുറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടമാണോ പെണ്ണുങ്ങളുടെ ഇടമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് പെണ്ണുങ്ങളുടെ ഇടമാണെന്ന്, ഞാൻ പറയുന്നത് ഇത് ആണുങ്ങളുടെ ഇടമാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. അല്ലല്ലേ, റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ശങ്കുടി ചെറിയ നിർബന്ധമാണ്. എന്താ കാര്യം? എന്താ കാര്യം? പറഞ്ഞത് ആണ് പെൺവേഷം കെട്ടിയാണെന്ന്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിയാണോന്ന് അറിയാൻ വെറുതെ നോക്കാൻ വന്നതാ. അല്ല, അവൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ കാണിച്ചത് ആണും കയറുന്ന പണിയാണോ? അയ്യോ അല്ലല്ല. മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ. പൊയ്ക്കോ പൊയ്ക്കോ. ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ. നല്ല അടി കൊടുക്കണമായിരുന്നു രണ്ടെണ്ണത്തിനും. മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്. എന്താന്ന്? സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നാട്ടുകാർക്ക് ഇത്ര സംശയം? നിന്നെ കണ്ടാലേ യാണ് പെൺവേഷം കെട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ ഒറ്റ ഇടി വെച്ചതുണ്ടല്ലോ. നിങ്ങളെ അവിടെ പോയി കളിക്കാം. സാഹസികനായ ഈ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കസ്തുവിന്റെ ഓരോ പ്രവൃത്തികളും. എന്റെ കാര്യത്തിൽ കസ്തുവിന് യാതൊരു ശ്രദ്ധയുമില്ല. അയ്യോ മാടനമ്പുരാനെ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കല്ലേ എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തില എനിക്ക് ശ്രദ്ധ? വല്ലതും തിന്നോ? മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരുടെ ഇടയില് ശങ്കുവിന്റെ പേരെന്താന്ന് അറിയാലോ? കുടിയൻ, താന്തോന്നി. അപ്പോ നാട്ടുകാര് കാണിക്കെ അവന്റെ കൂടെ ആടിപ്പാടി നടന്ന അത് കസ്തൂനും ചീത്തപ്പേര് വരുത്തും. അത് നമ്മുടെ ഭാവിയും ബാധിക്കും. പൊന്നേ എന്തോ? അയ്യോ കൈ തരിക്കുന്നു കണ്ണേ. എന്തിനാ? കരണക്കുറ്റിക്കൊന്ന് തരാൻ. നാട്ടുകാരുടെ മുമ്പ് വെച്ച് തല്ല് വാങ്ങല്ലേ കഴുത. കാക്കരക്കടവ് നിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ടെൻകണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് 10ഓളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാരികൾ കൊണ്ട് കെട്ടിവലിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശങ്കു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാണൂ സുഹൃത്തുക്കളെ. ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടമുള്ള ഈ കലാപ്രകടനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ ശങ്കു ഈ പരിപാടി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 15ഓളം തീപ്പന്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നിവളയമാണ് ശ്രീമാൻ ശങ്കുവിന്റെ കയ്യിലിരിക്കുന്നത്. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നു പോകുന്ന അത്യാപൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശങ്കുവിന് അവതരിപ്പിക്കുവാൻ പോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സാക്കിയെ കിഴിഞ്ഞുകൊള്ളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിസാഹസ പ്രകടനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ ശ്രീമാൻ ശങ്കുവിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയം കടന്നു പോകുന്ന അത്ഭുതകരമായ കാഴ്ച കാണും സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ കൊച്ചു സഹോദരൻ
ഇതാ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സംഭാവനയുടെ കാര്യം മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നടയടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ? പിന്നെ എന്തിനാ നടയടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ? സത്യമായിട്ടും ഇല്ലല്ലോ? പിന്നെ എന്തിനാ ദേവി വെറുതെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും. മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ. ദേവി, ദേവി, തുറക്കാൻ. ഇങ്ങനെ പാവങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ. കടലാണോ? ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം പറഞ്ഞേ. കട്ടെടുത്തെന്നോ? ദേ, അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. അതിങ്ങ് കൊടുക്കടി. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൻ പോലീസിലേപ്പിക്കും പറഞ്ഞേക്കാം. ഓ, പോലീസ്, കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ വരട്ടെ കൈ ഇരിക്കട്ടെ. പോലീസിനെ മനുഷ്യ വരട്ടുന്ന കാര്യമൊന്നും വേണ്ട. ഓ, കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളെ ഈ കടയിൽ നിന്ന് സോപ്പ് ഈ കടയിൽ നിന്ന് സോപ്പ് ഓടിച്ച് നിന്റെ അതാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ പോകാ. പോലീസിനെ പട്ടാളത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. നമുക്ക് അവളെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. പരിശോധനയൊക്കെ അതിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? എന്താ കടയിൽ നിന്ന് സോപ്പ് പൊട്ടിച്ചു? ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ചേട്ടി പോലീസിലേപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ആണോ? നീ കേട്ടോ? പിന്നെ ആരാ കണ്ടത്? ഇയാൾ എന്തുവാ കണ്ടത്? ഈ കുട്ടി കടയിൽ അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കണ്ടു, അത് എന്ത് ചെയ്തെന്ന് പറയണം. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? ഞങ്ങൾ എന്താ തെരുവ് ജീവിക്കുന്നവർക്ക് മര്യാദ ഇല്ലെന്ന് വിചാരിച്ചോ? നീ നടക്കുമ്പോളെ വളരെ മോശമായിപ്പോ കേട്ടോ. അപ്പൊ സോപ്പ് 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 ഞാൻ തരാം. താൻ കണ്ടു പറഞ്ഞേ. നീ ഞാൻ കണ്ടതാണോ? ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡി വെച്ച് പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി, അണ്ണനോട് സത്യം പറ. അവിടെ എന്താ അടിച്ചു മാറ്റിയത്? അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങെടുത്തേ. എന്തോന്ന്? ഇങ്ങെടുക്കാൻ. ഒരു വാസന സോപ്പ്. ഇതാ മോളെ, പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. ഞാൻ ഇതെടുത്തത് മറ്റേ ദൈവത്തിനെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നത് മതി. അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാ പോരെ. നമുക്കിനി ആ ശീലം വേണ്ട. നീ കയറ. എങ്കിൽ നടന്നു വാ.